ഹായ് സുഹൃത്തുക്കളെ, ഒരു കാര്യം നിങ്ങൾക്കറിയോ? നമ്മളെ രാജ്യത്ത് ഏറ്റവും അധികം പ്രമേഹ രോഗികളുള്ള സംസ്ഥാനം നമ്മളെ ഈ കൊച്ചു കേരളമാണെന്നുള്ള സത്യം. അതും ദിനം പ്രതി വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മളുടെ നാട്ടിലുള്ളത്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ അസുഖം പിടിപെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് എന്ന കാര്യമാണ്. ഡയബറ്റീസ് മെലിറ്റസ് എന്ന ഈ അസുഖം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസാന നാൾ വരെ ദുരിതമനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് വരാതിരിക്കുന്നതിനും ഇത് വന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കുന്നതിനും ഇതിൻ്റെ തീവ്രത കുറച്ച് കൊണ്ടുവരുന്നതുമായ ഒരു യോഗയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കാലുകൾ നീട്ടി നിവർത്തി വയ്ക്കാം. സ്വസ്ഥമായി ഇരുന്നതിന് ശേഷം വലത്തെ കാല് വലിച്ചു കൊണ്ടുവന്ന് നമ്മളുടെ ജനനേന്ദ്രിയത്തിൻ്റെ അടിഭാഗത്ത് പ്രസ് ചെയ്ത് വയ്ക്കാം. നോക്കണം, ഈ കാൽപാദം ഇടത്തെ കാലിൻ്റെ തുടയമ അമർത്തി വയ്ക്കണം. ഇനി തല മുന്നോട്ടായാം പറ്റാവുന്ന പോലെ മുന്നോട്ടാഞ്ഞ് കൈകൾ രണ്ടും കാൽപാദം പിടിക്കാൻ ശ്രമിക്കാം. ആദ്യം ചെയ്യുമ്പോൾ ഇത് പറ്റിയില്ലെങ്കിൽ മുട്ടൊന്ന് വളച്ചു കൊടുത്താൽ മതി. കൈ അമർത്തി വെച്ചതിന് ശേഷം ശ്രദ്ധിക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ താടിയിൽ വന്ന് ചെസ്റ്റിമ മുട്ടിക്കാൻ ശ്രമിക്കാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തല നിവർത്താം. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യാം. മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ് കൈ പതിയെ വിടിയിച്ച് വലത്തെ കാലിൽ നിവർത്തി വെച്ച് സ്വസ്ഥമാക്കാം. ഇനി വീണ്ടും ഇടത്തെ കാല് എടുത്ത് വലത്തെ കാലിൻ്റെ തുടയമ പ്രസ് ചെയ്ത് വയ്ക്കാം. മുന്നോട്ടാഞ്ഞ് കൈകൾ രണ്ടും കോർത്ത് കാൽപാദത്തിന് പിടിക്കാം. വലത്തെ കാലത്ത് കാൽപാദത്തിന് പിടിക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. താടിയിലെ ചെസ്റ്റ് പിടിക്കാം. ശ്വാസം പൂർണ്ണമായി ഇടാം. തല ഉയർത്താം. അങ്ങനെ 3 പ്രാവശ്യം ഇവിടെയും ചെയ്യാം. കൈകൾ വിരിച്ച് കാലുകൾ പഴയ രീതിയിൽ വെച്ച്